ഖത്തറുമായുള്ള ബന്ധം സൗദിയും ബഹ്റൈനും യുഎഇയും ഈജിപ്തും വിച്ഛേദിച്ചു. ഗൾഫ് സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഖത്തർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് സൗദിയുടെയും മറ്റു രാജ്യങ്ങളുടെയും തീരുമാനം. 14 ദിവസത്തിനകം രാജ്യം വിടാൻ ഖത്തർ പൗരന്മാർക്ക് സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഉംറ തീർത്ഥാടനത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് MC നാസറും ഒപ്പം റിയാദിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് മുണ്ടാദ്യം. MC നാസറിലേക്ക്. നാസർ, ഈ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെ കാരണങ്ങളാലാണ് ഇത്ര ശക്തമായ ഒരു ഉപരോധത്തിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങിയത്? സൈകുമാർ, നേരത്തെ ട്രംപിന്റെ സൗദി സന്ദർശന വേളയിൽ ഖത്തറും ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും അതിൽ സംബന്ധിച്ചിരുന്നു. അറബ് കൂട്ടായ്മയിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും തന്നെ അതിൽ സംബന്ധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിയാദ് പ്രഖ്യാപനം പുറത്തു വന്നിരുന്നു. ഈ റിയാദ് പ്രഖ്യാപനത്തിൽ ഏറെക്കുറെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും സൗദിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ വിരുദ്ധ നടപടിയെ പിന്തുണയ്ക്കാനും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിനെ ഏറെക്കുറെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം ഖത്തർ അമീറിന്റേതായി ഖത്തർ വാർത്താ ഏജൻസിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഈ പരാമർശം ഖത്തർ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന ഒരു വിശദീകരണമാണ് അധികൃതർ നൽകിയത്. അത് മാത്രമല്ല, ഈ ഹാക്ക് ചെയ്യപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക സമിതിക്കും അവർ രൂപം നൽകിയിരുന്നു. അതേ തുടർന്ന് UAEയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വളരെ നിശ്ചിതമായി തന്നെ ഖത്തറിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഖത്തർ അമീർ കുവൈത്തിലെത്തുകയും കുവൈത്ത് അമീറിന്റെ മേൽനോട്ടത്തിൽ അന്തിമവട്ട സമവായ ചർച്ചകൾ നടന്നുവെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെയാണ് ഇന്ന് വെളുപ്പിന് മുതൽ ആദ്യം ബഹ്റൈനും തുടർന്ന് സൗദി അറേബ്യ, UAE, ഈജിപ്ത് ഈ 4 രാജ്യങ്ങളും ഖത്തറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സൗദി അറേബ്യ ഔദ്യോഗികമായി തന്നെ ഖത്തറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ഖത്തർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന നിലയ്ക്കാണ് അതിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. പിന്നെ തങ്ങളുടെ രാജ്യത്തോട് ഈ 4 രാജ്യങ്ങളിലുള്ള ഖത്തർ പ്രതിനിധികളോട്, നയതന്ത്ര പ്രതിനിധികളോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തി കവാടങ്ങൾ പൂർണ്ണമായിട്ടും പൊട്ടിയിറക്കാനും ട്രാൻസിറ്റ് വിസ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ 36 കൊല്ലത്തെ GCC കൂട്ടായ്മയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഭിന്നതയിലേക്കും നടപടികളിലേക്കും ഈ രാജ്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഖത്തർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. വ്യക്തമാണ് നാസർ. ഞാൻ നാസറിലേക്ക് വരാം. റബീഹ് മുഹമ്മദ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. റബി, എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൗദി അവിടെയുള്ള ഖത്തർ പൗരന്മാർക്ക് നൽകിയിട്ടുള്ളത്? അതോടൊപ്പം രാജ്യത്തിന്മേൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാകും ഇനി വരാൻ പോകുന്നത്? സായികുമാർ, ഒരേ സമയം നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അതോടൊപ്പം തന്നെ ഖത്തറുമായുള്ള എല്ലാ അർത്ഥത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അംബാസഡർമാരെ തിരിച്ചു വിളിക്കുക എന്നുള്ള നടപടിയായിരുന്നു സൗദിയും അതുപോലെ തന്നെ UAEയും ബഹ്റൈനും ഒക്കെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സൗദി അറേബ്യയും മറ്റ് 2 രാഷ്ട്രങ്ങളും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 14 ദിവസത്തിനകം സൗദി അറേബ്യയിലുള്ള മുഴുവൻ ഖത്തർ പൗരന്മാരും നാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. 48 മണിക്കൂറിനകം നയതന്ത്ര പ്രതികളും തിരിച്ചു പോകണം. സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും റോഡ്, കടൽ മാർഗമുള്ള ഗതാഗത സംവിധാനങ്ങൾ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിർത്തികൾ, ചെക്ക് പോയിന്റുകളും അടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിലുള്ള മുഴുവൻ സൗദി പൗരന്മാരോടും 14 ദിവസത്തിനകം രാജ്യത്തേക്ക് തിരിച്ചു വരാനും സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഖത്തറിനെതിരെ സൗദി അറേബ്യ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സൗദിയുടെ കിഴക്കൻ മേഖലയിൽ ഖത്തീഫിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. സൗദിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പരോക്ഷമായും പ്രത്യക്ഷമായും ഖത്തർ സഹായം നൽകി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭങ്ങൾക്കുള്ള സഹായങ്ങളും ഖത്തറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള 2 ആരോപണങ്ങൾ ഇതിനകം തന്നെ സൗദി അറേബ്യ ഔദ്യോഗികമായി ഉന്നയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സൗദിയുടെ അതിർത്തി പങ്കിടുന്ന യമനിൽ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ഹൂത്തികൾക്ക് അനുകൂലമായുള്ള സമീപനമാണ് ഖത്തർ സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ അറബ് സഖ്യസേന 6 GCC രാഷ്ട്രങ്ങളുടെയും നേതൃത്വത്തിൽ നിലകൊണ്ട ഈ അറബ് സഖ്യസേന യമനിൽ അലി സാലിഹ് വിഭാഗത്തിനും അതുപോലെ തന്നെ ഹൂത്തികൾക്കുമെതിരായ
യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷവും ഹൂത്തികളെ സഹായിക്കുന്ന നിലപാടാണ് ഖത്തർ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം അവർക്ക് സഹായം ചെയ്തു എന്നുള്ള ഒരു വ്യക്തമായ നിലപാടും ഇപ്പോൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഖ്യസേനയിൽ നിന്നും ഖത്തറിനെ പുറത്താക്കാനും സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട്. നയതന്ത്ര ബന്ധവും അതുപോലെ തന്നെ മറ്റ് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE-യും ബഹ്റൈനും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വരും നാളുകളിൽ വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഗതാഗതവും പൂർണ്ണമായി അടച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ വന്നിരുന്നു. വിമാന സർവീസുകളൊക്കെ ഇതിനോടകം തന്നെ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഖത്തർ എയർവേസിന്റെയും അതുപോലെ തന്നെ ഖത്തർ എയർവേസിന്റെ എല്ലാ സർവീസുകളും ഇതോടുകൂടി സൗദി അറേബ്യയിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കേണ്ടി വരും. ഇവിടെ നിന്നും അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കും. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ കരമാർഗം സൽവ ബോർഡർ, റിയാദിൽ നിന്നും അതുപോലെ തന്നെ ഖത്തറിലേക്കുള്ള സൽവ ബോർഡർ വഴിയാണ് ഈ സൗദിയും അതുപോലെ തന്നെ ഖത്തറും കരമാർഗം ബന്ധിക്കപ്പെടുന്നത്. പോയിന്റും അടക്കുന്നതോടുകൂടി ഈ കരമാർഗമുള്ള ഗതാഗതവും സ്തംഭിക്കും, വ്യോമ ഗതാഗതവും സ്തംഭിക്കും. ഇതോടുകൂടി ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ട് യാത്ര ബുക്ക് ചെയ്ത ആളുകൾ പ്രയാസത്തിലാകും. അവർ മറ്റു വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ടി വരും. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർ ഇതിനകം തന്നെ അവധിക്കാലവും പെരുന്നാളുമൊക്കെ ആഘോഷിക്കാൻ ഖത്തർ എയർവേസിനെ ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാറിലുള്ള യാത്രക്കാർ അവർ കോഴിക്കോട്ടേക്ക് സൗദി അറേബ്യയിൽ നിന്ന് പ്രത്യേകിച്ച് നേരിട്ട് വിമാനങ്ങളില്ലാത്തതിനാൽ ഖത്തർ എയർവേസ് ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ മറ്റ് കമ്പനികളെ ആശ്രയിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള നടപടികൾ ഇതിനകം തന്നെ പലരും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യോമ ഗതാഗതവും എല്ലാം നിർത്തലാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. റബീഹാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ നിന്ന് MC നാസർ തുടരുന്നുണ്ട്. നാസർ, ഇനി ഒരു പക്ഷേ ഖത്തറിന്റെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ വരാനുള്ളത്. ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഈ നടപടിക്കെതിരെയുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? സായികുമാർ, അതിനുള്ള കാത്തിരിപ്പിലാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ. കാരണം ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഖത്തർ നേരത്തെ നീക്കം നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് കുവൈത്ത് അമീറിനെ കുവൈത്തിൽ ചെന്ന് ഖത്തർ അമീർ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ചർച്ച എങ്ങും എത്തുകയുണ്ടായില്ല. വളരെ കർശനമായിട്ടുള്ള ചില ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന അനൗപചാരികമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇത് നടപ്പാക്കാൻ പ്രത്യേകിച്ച് അൽ ജസീറക്ക് പൂർണ്ണമായിട്ട് കൂച്ചുവിലങ്ങ് ഇടുക ഉൾപ്പെടെയുള്ള ചില കർശനമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഖത്തർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പ്രത്യേകിച്ച് വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഖത്തർ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഉപാധികൾക്ക് ഖത്തർ തയ്യാറാകുമോ എന്ന് മാത്രമാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും സമവായ ചർച്ചകൾ കുവൈത്തിന്റെ നേതൃത്വത്തിൽ ഇനിയും തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഖത്തറിൽ ഇപ്പോൾ ബിസിനസ് സംരംഭങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സംരംഭങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെ വലിയൊരു ആശങ്കയുടെ അവസ്ഥയിലാണ് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത വന്നത് മുതൽ അവരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ചില നല്ല തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വളരെ നിഷേധാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ കൈവിട്ടു പോവുക.